السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد أيها الناس اتقوا الله. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നന്മക്കു വേണ്ടി തിന്മക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന് സാക്ഷിയായ ഈ വിശുദ്ധ റമദാനിലെ ഏറ്റവും അമൂല്യമായ അവസാന നാളുകളിൽ ഒന്നിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മളൊക്കെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളിൽ ഒന്നാണ് നന്മയെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും തിന്മയെക്കുറിച്ച് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് ആ തിന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ബാധ്യതയായി ആവർത്തിച്ചു കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളെ നീ ഉണർത്തണം, ചീത്ത കാര്യങ്ങളിൽ നിന്ന് അവരെ നീ വിരോധിക്കുകയും വേണം. ഇത് ഓരോ മുസ്ലിമിന്റെയും വ്യക്തിപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരം ഒരുക്കുകയാണ് ഈ ഒരു വലിയ ക്യാമ്പയിനിലൂടെ. ഇന്ന് ലോകത്തെ ആകമാനം ഓരോ നാട്ടിലെയും ജനങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വംശീയത, മതപരമായ വിവേചനം, ഭാഷാപരമായ വിവേചനം, അങ്ങനെ വർണ്ണപരമായ വിവേചനം, ഈ രൂപത്തിലൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളൊക്കെ വർത്തമാനങ്ങളിൽ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഏറ്റവും അപകടകരമായ ദുരന്തങ്ങളിൽ ഒന്നാണ് ലഹരി എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തെവിടെയാണ് ലഹരിയുടെ വലിയ രൂപത്തിലുള്ള വ്യാപനം, അത് മനുഷ്യർക്ക് ദോഷം ചെയ്യാത്ത ഏത് ഭൂവിഭാഗമാണുള്ളത്? എല്ലായിടത്തും ലഹരി മനുഷ്യർക്ക് ഏറ്റവും വലിയ അപകടം ചെയ്യുന്ന ഒരു ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാവാൻ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് സമാനമായ മറ്റൊരായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് വലാ യളില്ലു വലാ യഷ്ഖ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഈ ലോകത്ത് ആര് ജീവിതത്തോട് ചേർത്ത് പിടിച്ചു ജീവിക്കുന്നുണ്ടോ, അള്ളാഹുവിന്റെ വിധികളും അള്ളാഹുവിന്റെ വിലക്കുകളും ജീവിതത്തോട് ചേർത്ത് പിടിച്ചു ജീവിക്കുന്നവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് ഖേദിക്കേണ്ടി വരികയില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, അവർ ദൗർഭാഗ്യവാന്മാരാവുകയില്ല, അവർ വഴിപിഴച്ചു പോവുകയില്ല എന്നൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ, ഈ ലോകത്തിലെ മനുഷ്യന്റെ സൃഷ്ടാവായ, മനുഷ്യന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ വളരെ നന്നായി അറിയുന്ന ആ പടച്ച തമ്പുരാൻ ഏതൊരു കാര്യം മനുഷ്യർക്ക് കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യം മനുഷ്യർക്ക് ഗുണകരമാണ്. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും മാനവികതയോട് ചേർത്ത് വെക്കുമ്പോഴും അത് മനുഷ്യർക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കും. ഏതൊരു കാര്യത്തെയാണോ ഈ പടച്ച തമ്പുരാൻ വിരോധിച്ചത്, ആ വിരോധിച്ച കാര്യം മനുഷ്യന് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും മനുഷ്യത്വപരമായും അത് മനുഷ്യന് തിന്മകൾ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇസ്ലാം വിരോധിക്കുന്ന ഏതൊരു കാര്യത്തെ എടുത്ത് പരിശോധിച്ചാലും വളരെ വ്യക്തമായി ഈ കാര്യം മനസ്സിലാവും. ആ കൂട്ടത്തിൽ ഇസ്ലാം ഏറ്റവും കർശനമായി വിലക്കുന്ന ഒരു തിന്മയാണ് ലഹരി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുവും, അത് പൊടിയാവാം, പുകയാവാം, മറ്റെന്തെങ്കിലും ആവാം, മരുന്നാവാം, എന്താവാം, ലഹരി ഉണ്ടാക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏതൊരു സംഗതിയും അതെത്ര കുറച്ചാവട്ടെ, അതെത്ര കൂടുതലാവട്ടെ, അത് കഠിനമായി നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിച്ചത് കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്ന ഏത് പദാർത്ഥവും, ലഹരി ഉണ്ടാവുക, മനുഷ്യന്റെ മസ്തിഷ്കത്തെ ലഹരിയുടെ അടിമയാക്കുക, ആ ലഹരി കൊണ്ട് തന്റെ ചിന്തകളെ വളച്ചൊടിച്ച് മറ്റവസ്ഥകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക, ഈ ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ എന്തുപയോഗിച്ചാലും അതൊക്കെയും
ഖംറ് അഥവാ ലഹരി എന്ന ആ പദപ്രയോഗത്തിന്റെ ഉള്ളിൽ പെടുമെന്നും അത് കഠിനമായി നിഷിദ്ധമാണ് എന്നും വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വളരെ കൃത്യമായി മാനവികതയെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാം ലഹരിയെ ഇത്രമാത്രം എതിർക്കുന്നത്? ലോകത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വേദഗ്രന്ഥങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ ലഹരിയെ നിഷിദ്ധമാക്കിയതുപോലെ, ലഹരി എന്ന തിന്മയുടെ ഗൗരവത്തെ പറ്റി ബോധ്യപ്പെടുത്തിയതുപോലെ, അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ, ലഹരിയുടെ എല്ലാ വശങ്ങളിൽ നിന്നും ഇന്ന ലഹരി ഇത്രയാവാം, ഇന്നതാവാം, ഇങ്ങനെയാവാം എന്ന ഒരു അനുവാദം പോലും എവിടെയും കൊടുക്കാതെ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലഹരി ഉണ്ടാക്കുന്ന സകല വസ്തുക്കളും ഹറാമാണ്. ലഹരിയെക്കുറിച്ച് പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പദം അത് റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണ്. അഥവാ എത്ര വില കൊടുത്ത് 1000ന്റെ 10,000ന്റെ ലക്ഷത്തിന്റെ കുപ്പികൾ വാങ്ങിയാലും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എന്തൊക്കെ മധുഹുമായിട്ട് അത് കുടിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാം അതിനെ കാണുന്നത് റിജ്സ് എന്നാണ്. റിജ്സ് എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം നജസ് എന്നാണ്. കാഷ്ടം, മൂത്രം, ഛർദിച്ചത്, വൃത്തികെട്ടത്, ചത്തത്, ഇത്തരം വസ്തുക്കൾക്ക് പ്രയോഗിക്കുന്ന പദമാണ് റിജ്സ്. ആ റിജ്സ് എന്ന പദത്തിന്റെ പരിധിയിലാണ് നിങ്ങൾ 10,000 കൊടുത്തോ 1,00,000 കൊടുത്തോ എത്ര വില കൂടിയതോ ലോകത്തിലെ അപൂർവമായതോ എത്ര പ്രസിദ്ധമായതോ ആവട്ടെ, നിങ്ങൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് വസ്തുവും ഇസ്ലാം ഉൾപ്പെടുത്തിയത് ഈ മ്ലേച്ഛമായ വസ്തുക്കളുടെ പട്ടികയിലാണ്. ആ മ്ലേച്ഛമായ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരിത്തിരി മൂത്രം, ഒരു തുള്ളി മൂത്രം ഒരു മനുഷ്യന്റെ വസ്ത്രത്തിലായാൽ അത് കഴുകി വൃത്തിയാക്കാതെ അവന്റെ നമസ്കാരം പോലും സ്വീകരിക്കില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഒരു ചെറിയ അളവിനോട് പോലും അതെങ്ങനെയായാലും എന്തായാലും അതിനോട് സന്ധിയാവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം ഹറാമാക്കിയ ശേഷം ആരും ഇനി മദ്യത്തിന്റെ ഒരു വകുപ്പും നിർമ്മിക്കാൻ പാടില്ല എന്ന പ്രവാചകന്റെ കർശനമായ വിലക്ക് വന്ന ശേഷം ഒരു നാട്ടിലെ ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒരാള് ഇപ്പോഴും ഈ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അവർ ഉണ്ടാക്കുന്നത് സിന്തറ്റിക് മയക്കുമരുന്നായിരുന്നില്ല. പഴുത്ത മുന്തിരി അത് പറിച്ചെടുത്ത് വായു കടക്കാത്ത പാത്രങ്ങളിലിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് ദിവസങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മദ്യമായിരുന്നു അവരുടെ മദ്യം. അതിൽ കെമിക്കലുകൾ ഇല്ലായിരുന്നു. അത് മനുഷ്യന്റെ ബുദ്ധിയെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ അത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നതായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും അതിന്റെ എല്ലാ ഇനങ്ങളെയും ഇസ്ലാം വിരോധിച്ചു. പ്രവാചകനോട് പരാതി പറഞ്ഞ ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മദ്യമുണ്ടാക്കുന്ന ആളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അയാൾ പ്രവാചകന്റെ മുമ്പിൽ പേടിയോടുകൂടി നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ ഇപ്പോഴും മദ്യം ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ്. അയാൾ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഉണ്ടാക്കുന്ന സാധനം ലഹരിക്ക് വേണ്ടിയല്ല ഞാൻ വിൽക്കാറ്. എൻ്റെ നാട്ടിലെ ആളുകൾ വയറുവേദന പോലെയുള്ള ചില അസുഖങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന മദ്യം മരുന്നായി ഉപയോഗിക്കാറുണ്ട്. ഞാൻ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല ആളുകളും ലഹരിയിലേക്കുള്ളവരുടെ നടത്തം ആരംഭിച്ചത് ചില രോഗങ്ങൾക്ക് മരുന്നായിട്ടാണ്. അത് മൂത്രച്ചൂടിന് നല്ലതാണ്, ടെൻഷന് നല്ലതാണ്, സ്ട്രെസ് കുറക്കാൻ നല്ലതാണ് എന്നിങ്ങനെ നല്ലതാണ് എന്ന വ്യാഖ്യാനത്തോടു കൂടിയാണ് അവർ പതുക്കെ ലഹരിയുടെ പടവുകൾ കയറിയത്. പക്ഷേ അത് കയറുമ്പോഴും അവരുടെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു, ഇറങ്ങിപ്പോരാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല, ഞാൻ ഏത് സമയത്തും നിർത്തിപ്പോരും എന്നാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ ആധുനിക കാലത്തെ പുതിയ ഈ സിന്തറ്റിക് ലഹരിയുടെ കാലത്ത് തങ്ങൾ കടന്നു പോകുന്ന ചുവടുകൾ ഒരിക്കലും പിന്നോട്ടിറങ്ങാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആ പാവപ്പെട്ടവർ അറിയുന്നില്ല. ഈ രോഗത്തിന്റെ ഔഷധമായി മദ്യമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഒരു രോഗശമനവുമില്ല, മാത്രമല്ല അതൊരു വലിയ രോഗമാണ്. ലഹരി ഉപയോഗിക്കുക എന്നത് ഒരു രോഗത്തിൽ നിന്നും ശമനം നേടാനുള്ള മാർഗമല്ല, മാത്രമല്ല അതൊരു വലിയ രോഗമാണ് എന്ന പ്രവാചകന്റെ പ്രസ്താവന ഇന്നത്തെ സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദ്യം എല്ലാ തിന്മകളുടെയും താക്കോലാണ്, തിന്മകളുടെ മാതാവാണ്. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ ഒരു പത്രത്തിൽ വായിക്കാനായി. അതിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന 70% ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, കൊലപാതകം തുടങ്ങി, പിടിച്ചുപറി തുടങ്ങി, പീഡനം തുടങ്ങി, റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ വരെ, അടിയും പിടിയും കലാപവും ഏതാവട്ടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ 70% അതിന്റെ ഒരു ഭാഗത്ത് വില്ലനായി വരുന്നത് ലഹരിയായിരിക്കും. നമ്മുടെ റോഡുകളിൽ അനേകം ജീവൻ പൊലിഞ്ഞു വീഴുന്ന ആ അപകടങ്ങളിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് ലഹരി വില്ലനായിരിക്കും. കുടുംബത്തെ തകർക്കുന്ന, വ്യക്തിയെ നശിപ്പിക്കുന്ന, സമൂഹത്തെ ഇല്ലാതാക്കുന്ന, രാഷ്ട്രത്തിന് തലവേദനയാകുന്ന
ഈ ലഹരിയിൽ നിന്ന് ഒരു രാഷ്ട്രം മോചിതമാവുക എന്നത് ഏതൊരു രാഷ്ട്ര ശില്പികളുടെയും ഏറ്റവും വലിയ സ്വപ്നം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മഹാത്മാജി, നമ്മുടെ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ടത് ലഹരിയില്ലാത്ത ഒരു രാജ്യമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. സങ്കടകരമെന്ന് പറയട്ടെ, ഏറെ വിദ്യാസമ്പന്നരായ, ലോകത്തിന് മാതൃകയാണ് എന്ന് പറയുന്ന നമ്മുടെ കേരളം എന്ന കൊച്ചു സംസ്ഥാനം പോലും നിലനിൽക്കണമെങ്കിൽ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, റേഷൻ കടയിൽ അരി കൊടുക്കണമെങ്കിൽ, പാവപ്പെട്ടവന്റെ മരുന്നിന് പണം കൊടുക്കണമെങ്കിൽ അതിന് ലഹരികൾ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ നികുതി വേണമെന്ന് വിചാരിക്കുന്ന അത്രയും അപകടകരമായ അവസ്ഥയിലേക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഷോപ്പുകളൊക്കെ, വിൽപ്പനാ കേന്ദ്രങ്ങളൊക്കെ, മദ്യം വിൽക്കുന്ന ഇടങ്ങളൊക്കെ അടച്ചിട്ട് നമുക്കൊന്ന് നന്നാവാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ അതുപോലും പാടില്ല. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിദേശികൾക്ക് 24 മണിക്കൂറും മദ്യം കിട്ടുവാൻ വേണ്ടി ആ ഒരു ദിവസം പോലും ഡ്രൈ ഡേ ആക്കിയിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരുടെ സങ്കടകരമായ ഭൂമികയായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. 2025 പിറന്ന ശേഷം നമ്മൾ കേട്ട വാർത്തകളൊന്നും അത്ര സന്തോഷകരമായ വാർത്തകളല്ല. മക്കളുടെ അടികൊണ്ട് പെടഞ്ഞു വീഴേണ്ടി വന്ന മാതാപിതാക്കൾ, ഭാര്യയുടെ മർദ്ദനം കൊണ്ട് മരിക്കേണ്ടി വരുന്ന ഭർത്താവ്, കാമുകനാൽ കൊല ചെയ്യപ്പെടുന്ന സ്നേഹമുള്ള ഭർത്താവിനാൽ കൊല്ലപ്പെടുന്ന ഭാര്യ, ഒറ്റയാക്കപ്പെടുന്ന മക്കൾ, എന്തൊക്കെ ദുരന്ത വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്ത വർത്തമാനങ്ങൾക്ക് പിന്നിലൊക്കെ ലഹരിയുടെ അതിശക്തമായ പങ്കുണ്ട് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ പ്രശ്നം പൂച്ചക്കാര് മണികെട്ടുമെന്നതാണ്. ഈ ലഹരി മാഫിയ നാടും നഗരവും ഭരണകൂടങ്ങളെയും എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാം നിയന്ത്രിക്കുന്ന കാലത്ത് ലഹരിക്കെതിരെ ശബ്ദിക്കുന്നവനെ ഭീഷണി കൊണ്ടും നിയമങ്ങൾ കൊണ്ടും മറ്റു വഴിക്കും അവനെ ഇരുത്താൻ ശ്രമിക്കുന്ന കാലത്ത് ഈ തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുക എന്നത് ഏറെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയുമായി ഒരു തരത്തിലും ഒരിത്തിരി പോലും സന്ധിയാവാൻ കഴിയാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നത് ഏറ്റവും വ്യക്തമായ സംഗതിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യഖൂദു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംറു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചകന്റെ വചനമാണ്. ആ കാര്യത്തിന്റെ ഗൗരവം, മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ, ഒരു ഭക്ഷണം വിളമ്പുന്ന സദസ്സാണ്, ഒരാഘോഷമാണ്, ഒരു ഭക്ഷണത്തിന്റെ ഇടമാണ്. ആ സദസ്സിൽ ആവശ്യമുള്ള ആളുകൾക്ക് മദ്യം കുടിക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെ മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും കുറ്റകരമാണ് എന്ന് പഠിപ്പിച്ച മതമാകുന്നു ഇസ്ലാം. നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കള്ളുഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, എന്തൊരു ടേസ്റ്റാണ് ആ മീൻകറിക്ക്, നമുക്ക് മദ്യം കഴിക്കാതിരുന്നാൽ പോരെ, നമുക്ക് കഴിച്ചാൽ പോരെ. നിഷിദ്ധമാണ്. ഇസ്ലാമിക ഭാഷയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ പോലും അനുവാദമില്ല. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില ഫ്ലൈറ്റുകളിലൊക്കെ സൗജന്യമായിട്ട് മദ്യം വിതരണം ചെയ്യുന്ന ചില ഫ്ലൈറ്റുകൾ ഉണ്ടാവാറുണ്ട്. അത്തരം ഫ്ലൈറ്റുകളിലെ യാത്രകൾ പോലും സാധിക്കുമെങ്കിൽ മാറ്റിവെക്കണമെന്ന് പറയുന്ന സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാരെ നമുക്ക് വർത്തമാന ലോകത്ത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നിട്ട് ആ ജിബ്രീൽ പ്രവാചകനെ പഠിപ്പിച്ച ഗൗരവകരമായ കാര്യങ്ങളിലൊന്ന്, ആരെങ്കിലും ഒരാൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരൊറ്റ നേരം അയാൾ ലഹരി ഉപയോഗിച്ചാൽ, അത് കൂടുതലാവട്ടെ കുറച്ചാവട്ടെ, ഒരു തുള്ളിയാവട്ടെ, ഒരു സിപ്പാവട്ടെ, ഒരു നുള്ളാവട്ടെ, ഒരു സ്റ്റാമ്പാവട്ടെ, ഒരു പേപ്പർ ആവട്ടെ, ഒരിക്കൽ ഉപയോഗിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. 40 ദിവസത്തെ നമസ്കാരം എന്നാൽ അത് 200 നമസ്കാരമാണ് എന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും. അതായത് ഒരു സമയം, ഒരു നേരത്ത്, ഒരു രസത്തിന് വേണ്ടി, കൂട്ടുകെട്ടിന് വേണ്ടി, ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ലഹരിയുടെ ഒരു അംശം ലഹരിക്ക് വേണ്ടി എന്ന രൂപത്തിൽ അവൻ ഉപയോഗിച്ചാൽ അവൻ എത്തിപ്പെടുന്ന ദുരന്ത രംഗത്തെ കുറിച്ചാണ് പ്രവാചകൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഇസ്ലാം മദ്യം വിരോധിച്ചത് തീരെ കുടിക്കാത്ത ഒരു സമൂഹത്തിലല്ല, ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാതിരുന്ന, ലഹരി എന്നത് അവരുടെ ജീവിതത്തിൽ ശ്വാസവായുവിനേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്ന, ആവശ്യമായിരുന്ന, അനിവാര്യമായിരുന്ന ഒരു കാലത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിക്കെതിരെ ആ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത്. ഒന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ലഹരിയിൽ ആളുകൾ പറയുന്ന ചില ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാവാം. അത് കുടിച്ചാൽ ധൈര്യമുണ്ടാവും, ആത്മധൈര്യം ഉണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമായ കഴിവുണ്ടാവും, ചില കാര്യങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടാകും, ചില കാര്യങ്ങൾക്ക് ഏകാഗ്രത കിട്ടും എന്നിങ്ങനെ ചില വിശദീകരണങ്ങളാണ് ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകൾ പറയാറുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, തീർച്ചയായും ഈ ലഹരിയിൽ ചില ഉപകാരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ആ ലഹരിയിലുള്ള തിന്മയുണ്ടല്ലോ, അത് ഈ ഉപകാരത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. ഉപകാരം എന്ന് പറയുന്ന സംഗതി കൊച്ചു കൊച്ചു തന്മാത്രകൾ
ദോഷങ്ങളും അതിന്റെ തിന്മകൾ വലിയ പാറക്കെട്ടുകളും പർവ്വതങ്ങളുമാണ്. അതുകൊണ്ട് ആ ലഹരിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന്റെ, സമൂഹത്തിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠമാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശ്രമം. രണ്ടാമത്തേതായിട്ട് അള്ളാഹു തആല ഖുർആനിലൂടെ ആ സമൂഹത്തെ ബോധിപ്പിച്ചത്, നമസ്കാര സമയത്ത് നിങ്ങൾ ലഹരിയുള്ളവരായി നിസ്കരിക്കാൻ വേണ്ടി വരരുത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ 5 നേരം നമസ്കാരമുണ്ട്. രാവിലെയുണ്ട്, ഉച്ചക്കുണ്ട്, വൈകുന്നേരത്തിലുണ്ട്, പിന്നെ സൂര്യാസ്തമയത്തിന് ശേഷമുണ്ട്, പിന്നെ രാത്രിയുണ്ട്. ഈ 5 സമയവും ലഹരി ബാധിച്ചവരായി നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന നിയമം വന്നപ്പോൾ, ഈ ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ച് അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് ആ ലഹരിയുടെ കെട്ടിൽ നിന്ന് മോചിതനാവാൻ സാധിക്കാതിരുന്നാൽ അതൊരു വലിയ കുറ്റമാണ് എന്ന് ആ സമൂഹം മനസ്സിലാക്കുകയാണ്. മൂന്നാമതായിട്ട് അല്ലാഹു തആല പറയുന്നത്, ലഹരി തീർത്തും പൈശാചികമാണ്, അതിൽ നന്മകളില്ല, അത് നിങ്ങളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ ആ ലഹരിയെ വർജിക്കേണ്ടതുണ്ട്. ഈ കൽപ്പന വന്നതോടുകൂടി ഏതു തരത്തിലുള്ള ലഹരിയാവട്ടെ, ആ ലഹരി ഇസ്ലാമിനെ സംബന്ധിച്ച് അത് ഹറാമാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക്, ആധുനിക മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുടെ പേരുകൾ ലഹരിയിലും വിൽപ്പനയിലും ഉപയോഗത്തിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് മതമെന്ന് അവർക്ക് അറിയായികയാണ്. ഈ മതത്തിൽ ഈ ലഹരിയുടെ തിന്മ എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മതപണ്ഡിതന്മാരും പ്രബോധകന്മാരും സാമൂഹ്യ നവോത്ഥാനത്ത് പ്രവർത്തിക്കുന്ന ISM പോലെയുള്ള ഈ സംഘടനകളുമൊക്കെ ഏറ്റവും കൃത്യമായി ശ്രമിക്കേണ്ടത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടത് നമ്മളെ കുട്ടികളെയാണ്. എത്ര ബോധവൽക്കരിച്ചാലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിലാണ് അവർ ജീവിക്കുന്നത്. മാത്രമല്ല, അവർ കാണുന്ന സിനിമകളും അവർ കാണുന്ന രാഷ്ട്രീയവും ഒക്കെ ലഹരിയിൽ മുങ്ങിയതും ആ ലഹരി ഉപയോഗിക്കുന്നവരെ നായകന്മാരായി കാണുന്നതുമായ ഇത്തരം സാമൂഹ്യ കാലത്ത് മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകമായ ബാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികളെ വെറും ഒരു ഉപദേശത്തിന്റെ പേരിൽ മാത്രം ലഹരിയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അവിടെ ബലം പ്രയോഗിക്കേണ്ടിടത്ത് നമ്മൾ ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. ആ തിന്മയുടെ ഗൗരവത്തെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുകയും ഒരു തരത്തിലും അതിലേക്ക് പോകാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. വൈകുന്നേരങ്ങളിൽ അവർ വീട്ടിലുണ്ടാവണം. അവരുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. യാത്രകൾ നമ്മൾ പരിശോധിക്കണം. പണം കൊടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. അവരുടെ ബാഗുകളും പോക്കറ്റുകളും പഠന സ്ഥലങ്ങളും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവരുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം. അതായത് മാതാപിതാക്കൾ കണ്ണു തുറന്ന് കാവലിരുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകുമെന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ISM, ഈ എറണാകുളം ജില്ലാ ISM ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തിൽ ആരംഭിക്കുന്ന ഈ വലിയ സംരംഭത്തിന് നമ്മുടെ എല്ലാവരുടെയും നല്ല പങ്കാളിത്തം ഉണ്ടാവണം. സമൂഹത്തിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾക്കൊരു ഇടമുണ്ട്. ആ ഇടത്തിൽ നമ്മൾ ഉണ്ടാവണം. ഏത് രൂപത്തിലാണോ ഈ തിന്മയെ ഇല്ലാതാക്കാൻ, ഒരാളെയെങ്കിലും ആ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയമസഭകളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് അവിടെ കൃത്യമായ പരിഹാരങ്ങളില്ല. കാരണം പരിഹാരം പറയേണ്ടവർ പലപ്പോഴും ഈ തിന്മയുടെ സഹയാത്രികളായി തീരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ലഹരി മാഫിയയുടെ വലിയ പണത്തിന്റെ മുമ്പിൽ അവരുടെ ചട്ടുകങ്ങളായി മാറുന്ന ഭരണകൂടങ്ങളും നിയമവ്യവസ്ഥകളെയും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് കൃത്യമായ അവബോധത്തോടു കൂടി നാളെ നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി തിന്മയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമ്മൾ അണിചേരുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.